ഹായ്, ഇന്ന് നമുക്ക് 3 വെറൈറ്റി ഗ്രാഫ്റ്റഡ് മാവുകളുടെ തൈകളാണ്. ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന പഴങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന അൽഫോൺസ, സിന്ദൂരം, കലാപ്പാടി. പിന്നെ നമുക്ക് ബ്ലാക്ക് ഗുവ, കറുത്ത പേരയ്ക്ക. ഈ മൂന്ന് മാംഗോസും ഈ പേരയും നമുക്ക് സെയിലിനുണ്ട്. അതും ഗ്രാഫ്റ്റഡ് ആണ് നമ്മുടെ മാവുകൾ. ആദ്യത്തേത് നമ്മുടെ അൽഫോൺസ ആണ്. നമ്മുടെ മാമ്പഴത്തിലെ രാജാവാണ് നമ്മുടെ അൽഫോൺസ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മധുരമാണ്. അപ്പോൾ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. നാടൻ മാവിൻ്റെ അണ്ടി കിളിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 180 രൂപയാണ് പ്രൈസ്. നമ്മുടെ പ്ലാന്റ് സൈസ് കണ്ടല്ലോ, ഇത് തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സിന്ദൂരം മാവാണ് കേട്ടോ. ഇതും ഗ്രാഫ്റ്റഡ് മാവാണ്. നല്ല വലിപ്പമുള്ള നല്ല നീളമുള്ള മാങ്ങയാണ് പിടിക്കുന്നത്. കണ്ടല്ലോ, എല്ലാത്തിനും നമുക്ക് ഐഡിയ ഉണ്ട്. ടാഗ് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ടാണ് കണ്ടോ. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളത് വ്യക്തമായി നമ്മൾ കാണിക്കുന്നത്. ഈ സിന്ദൂരം പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 170 രൂപയാണ് ഈ സിന്ദൂരം പ്ലാന്റിൻ്റെ റേറ്റ്. എല്ലാം വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. ഈ കവറോട് കൂടിയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ തന്നെ അയക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം ഇച്ചിരി കൊറിയർ ചാർജ് വരുമെന്നേ ഉള്ളൂ. നമ്മുടെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്മുടെ പ്ലാന്റ് മാവ് കലാപ്പടിയാണ് കേട്ടോ. കലാപ്പടി എല്ലാവർക്കും അറിയാമല്ലോ. നല്ല മധുരമുള്ള, നല്ല വലിപ്പമുള്ള, അധികം പുളിയൊന്നും, പച്ചയ്ക്കും നല്ല കടിച്ച് നമുക്ക് കരിമ്പ് പോലെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കലാപ്പടിയാണ്. ഇതിൻ്റെ ലീഫിനധികം വീതിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ്. ഇതിന് നമുക്ക് 160 രൂപയാണ് കേട്ടോ. അപ്പം ഇതിൽ ഏതെങ്കിലും മാവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാം നമുക്ക് ഗ്രാഫ്റ്റഡ് ആണ്. അത് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്ട്. പ്ലാന്റിൻ്റെ വലിപ്പവും സൈസുകളും ഈ കവറോട് കൂടിയിട്ട് അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. മണ്ണ് കളയാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ വെള്ളം ഒഴിച്ച് ഒരു 2 ആഴ്ചയൊക്കെ വെച്ചിട്ട് പതുക്കെ നട്ടാലും മതി. ഒരു കുഴപ്പവും പറ്റത്തില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് നമുക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. ബുഷി ടൈപ്പിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ കായ്ക്കുന്ന ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്കുള്ളത്. ഇതിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ചെറുതിലേ പൂത്ത് തുടങ്ങുന്ന ഒരു പ്ലാന്റാണ്. കാരണം നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റിൽ ഒരു പ്ലാന്റ് ഇതുപോലെ പൂത്തതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ കറുത്ത ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നതും പൂക്കളും അതുപോലെ ഒരു വയലറ്റ് കളറാണ് വരുന്നത്.